സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 252 രൂപ, 258 രൂപ കോടിയാണ്. 200 കോടി രൂപ ക്ലബിൽ ഏറ്റവും വേഗത്തിൽ ഇടം നേടിയ മലയാള സിനിമയാണിത്. ബഡ്ജറ്റും ലാഭവും. ഏകദേശം 30 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ നിർമ്മാണ ചെലവിന്റെ പല ഇരട്ടിയിലധികം വരുമാനം നേടി വലിയ ലാഭമുണ്ടാക്കി. ഇന്ത്യയിലും വിദേശത്തും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയിലെ കളക്ഷൻ ഏകദേശം 141 കോടി രൂപ, വിദേശ കളക്ഷൻ ഏകദേശം 111 കോടി രൂപ. പ്രധാനപ്പെട്ട റെക്കോർഡുകളും നാഴികക്കല്ലുകളും. സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം മലയാള സിനിമാ വ്യവസായത്തിലും ഇന്ത്യൻ സിനിമയിലും നിരവധി പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചു. രണ്ടാമത്തെ ഏറ്റവും വലിയ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് 241.56 കോടി രൂപ എന്ന സിനിമയുടെ ആഗോള കളക്ഷൻ മറികടന്ന് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാള സിനിമയായി ഇത് മാറി. L2 എമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡ് ഭേദിച്ച് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നായിക ചിത്രം. ഒരു വനിതാ നായിക നയിച്ച ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ. ഇന്ത്യയിൽ 100 കോടി രൂപ ക്ലബിൽ ആദ്യമായി കടന്നത് ലോഗാഹ് ചാപ്റ്റർ 1 ചന്ദ്രയാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4-ാമത്തെ വനിതാ നായിക ചിത്രം. ആലിയ ഭട്ടിന്റെ റാസി എന്ന സിനിമയുടെ കളക്ഷൻ മറികടന്ന് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4-ാമത്തെ വനിതാ കേന്ദ്രീകൃത ചിത്രമായി ഇത് മാറി. വിദേശത്ത് 100 കോടി രൂപ കടന്ന രണ്ടാമത്തെ സിനിമ. വിദേശത്ത് ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണിത്. ഇത് വിദേശത്തുള്ള പ്രേക്ഷകർക്കിടയിൽ സിനിമയ്ക്കുള്ള വലിയ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നു.